ഹലോ, എന്താണ് പരിപാടി? ഇതാ നമുക്കിവിടെ ഒരു വാളമീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് ഇവിടെ വാട്ടർ തൊട്ടിലാണ് ജോലി, ബീച്ചിൽ തന്നെ. അപ്പോൾ അവർ വാഷ് ചെയ്യാൻ നേരത്ത് കുടുങ്ങിയതാണ് കേട്ടോ. കുറച്ച് മീനുകളൊക്കെ കിട്ടി. അപ്പോൾ ഇത് ഒരെണ്ണം ചേട്ടൻ കൊണ്ടുവന്നു. നല്ല വലിപ്പമുണ്ട്. നമുക്കിത് ആദ്യമായിട്ടാണ്, നമ്മളിതൊന്നും നന്നാക്കിയിട്ടില്ല. നന്നാക്കിയിട്ടൊക്കെയാണ് ഇത്ര വലിയ മീനൊക്കെ വാങ്ങാറ്. ചേട്ടനും കൂടെ ഹെൽപ്പ് ചെയ്തു. മമ്മി ഇറച്ചി മീനൊന്നും കഴിക്കാത്ത കാരണം ഈ ഭാഗത്തേക്ക് വരുന്നില്ല. പപ്പയുള്ള സമയത്ത് ആളിതൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പോൾ ആളതൊന്നും ചെയ്യല്ല. പിന്നെ ഇത് ചേട്ടനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് തലയും വാലൊക്കെ വെട്ടി ഇത്രയൊക്കെ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ രണ്ടാളത് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോവാണ്. ഓണായിട്ട് നേരത്തെ പോവാണ്. കാരണം ഇപ്രാവശ്യം വെള്ളിയാഴ്ച അല്ലേ തിരുവോണം വരുന്നത്. പിന്നെ തിങ്കളാഴ്ച സ്കൂൾ തുറക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്കൂൾ അടയ്ക്കുകയും ചെയ്തല്ലോ. അപ്പോൾ 2 ദിവസമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളിവിടെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെയാണ് എപ്പോഴും നമ്മൾ തിരുവോണത്തിന് ഉണ്ടാവാറ്. അമ്മ കാരണം ഇവിടെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴാണ് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവണത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മളിതാ ചിക്കൻ ബിരിയാണി വെക്കാന്ന് വെച്ചാൽ ഒരു കായക്കൊല വാങ്ങി. അപ്പോൾ അതും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ചേച്ചിയൊക്കെ വരും. ചേച്ചി വന്നു. അപ്പോൾ ചേച്ചിയുടെ വക ചിക്കനും എൻ്റെ വക ബിരിയാണിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി അടിപൊളിയായി. ഏതെങ്കിലും ഒരെണ്ണം മോശമാവാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം രണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ വാളമീൻ കൊണ്ടുവന്ന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രീസറിൽ വെച്ചേക്കാണ്. അത് നമുക്ക് പിറ്റേ ദിവസം വെക്കാമെന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാമായിരുന്നു. സർലാസ് ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും സർലാസും ഒക്കെ കൂട്ടി നമ്മൾ ഭക്ഷണം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറച്ച് പൂച്ചകളൊക്കെ ഉണ്ട്. നമ്മുടെ പൂച്ചകളല്ലെങ്കിലും അമ്മ ഇവിടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരും വന്നു നമ്മുടെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ ഇത്തവണത്തെ ഓണം അടിപൊളിയായി, ഉത്രാടം കേട്ടോ. ഇനി നാളെ തിരുവോണത്തിന് നമ്മൾ ചേച്ചിയുടെ വീട്ടിലാണ്. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ. ടാറ്റ, ബൈ ബൈ.